Motorola Edge 40 എന്ന് പറയുന്ന മോഡൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവർ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സൈറ്റ് വഴിയായിരിക്കും അവർ ലോഞ്ച് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 50 MP ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു മോഡൽ വരുന്നത്. പിന്നെ നോക്കണം നമുക്ക് ഇതിനകത്ത് IP68 വാട്ടർ റെസിസ്റ്റൻസിങ് കാര്യങ്ങളും നമുക്ക് റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് പ്ലാസ്റ്റിക് ബോഡിയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് സൈഡിലായിട്ട് നമ്മുടെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോഡിയിൽ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേനാണെങ്കിൽ ഒരു 3D കർവ്ഡ് ആയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്കിനകത്ത് IP68 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 3D കർവ്ഡ് ആയുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയ ഡിസൈൻ ബേസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 8-bit POLED ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. HDR10+ സപ്പോർട്ടായ ഡിസ്പ്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ഡോൾബി വിഷൻ കാര്യങ്ങളും സപ്പോർട്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഡോൾബി വിഷൻ വെച്ച് ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 3D കർവ്ഡ് ആയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളും വരുന്നുണ്ട്. ഹയർ ലെവലായുള്ള റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മീഡിയടെക് Dimensity 8020 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിനകത്ത് LPDDR4X റാമാണ് വരുന്നത്. 8GB റാം വരുന്നുണ്ട്. അതുപോലെ നമുക്കിനകത്ത് UFS 3.1 സ്റ്റോറേജും കാര്യങ്ങൾ വരുന്നുണ്ട്. 256GB സ്റ്റോറേജ് വേരിയൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഔട്ട് ഓഫ് ബോക്സ് Android 13 പിന്നെ നമുക്ക് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ പെർഫോമൻസിന് ഡീസൻ്റ് ആയുള്ള ഒരു ചിപ്സെറ്റ് കാര്യങ്ങൾ തന്നെയാണ്. മൾട്ടിടാസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയുള്ള ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡീസൻ്റ് ആയുള്ള രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ഒരു ഹൈ ലെവലായുള്ള ആ ഒരു റിഫ്രഷ് റേറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഒരു ഡീസൻ്റ് ആയുള്ള രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഏകദേശം ഇതിൻ്റെ Antutu സ്കോറും കാര്യങ്ങൾ വരുന്നത് 7,00,000 അടുത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ സ്കോറും കാര്യങ്ങൾ വരുന്നത്. അപ്പം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. NFC കാര്യങ്ങൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. പിന്നെ Type-C പോർട്ടാണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ 5G ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് 4400 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിനകത്ത് ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെൽഫി ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിലെ ക്യാമറ ആയിക്കോട്ടെ നിങ്ങൾക്ക് 4K 30 FPS വരെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ബാക്ക് സൈഡിൽ വരുന്നത്. 50 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതായത് നമുക്കിനകത്ത് ക്വാഡ് പിക്സലിൻ്റെ ടെക്നോളജി കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്കിനകത്ത് OIS സപ്പോർട്ടറായുള്ള ലെൻസ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒരു ഡീസൻ്റ് ആയുള്ള ക്യാമറ സിസ്റ്റമാണ് ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. വിത്ത് OIS സപ്പോർട്ടറായുള്ള ലെൻസും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്വാഡ് പിക്സൽ ടെക്നോളജി കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 32 MP സെൽഫി ക്യാമറ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കൊരു ഡീസൻ്റ് ആയുള്ള അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയുള്ള ക്യാമറ സിസ്റ്റം തന്നെ ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു കോംപ്രമൈസ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. അപ്പം നമുക്ക് ഇതുവരെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. എന്ത് തന്നെയാലും എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്കൊരു 35,000 തൊട്ടൊരു 40,000 ആ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലായിരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ ഞാൻ ഈ ഒരു മോഡൽ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ വേറെ ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എന്ത് തന്നെയാലും നമുക്കൊരു ഡീസൻ്റ് ആയുള്ള അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഓവറോൾ പെർഫോമൻസ് വരുന്ന ഒരു ചിപ്സെറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 60 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു ഡീസൻ്റ് ആയുള്ള രീതിയിലുള്ള ഡിസൈനിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് ഇത് വരുന്നതെങ്കിൽ ഒരു ഡീസൻ്റ് ആയുള്ള മോഡൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ Edge 40 Pro എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ താല്പര്യമുണ്ടോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.